അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉല്ലാഹിൽ ഹസ്ന. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അർ-റഹീം എന്ന നാമത്തെ സംബന്ധിച്ചാണ്. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരോട് പ്രത്യേകമായി കരുണ ചെയ്യുന്നവനാണ് എന്നതാണ് അർ-റഹീം എന്ന നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നിധി പോലെ അളവില്ലാത്ത അനുഗ്രഹങ്ങളും സുഖാനുഭൂതികളും പരലോകത്ത് ഒരുക്കി വെച്ചവനാണ് അർ-റഹീം. അർ-റഹീം തൻ്റെ പ്രത്യേകമായ കാരുണ്യം തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടിയിട്ട് ഇഹലോകത്തും പരലോകത്തും പ്രത്യേകമായി പ്രദാനം ചെയ്യുന്നവനാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ. അവൻ തൻ്റെ വിശ്വാസികളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഈ പ്രത്യേക കാരുണ്യം ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് 8 കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. വാതിഉല്ലാഹ വർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. 2. ഖുർആൻ പിൻപറ്റുക, തഖ്വയിൽ ജീവിക്കുക. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകും ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ, അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. 3. ഖുർആൻ പാരായണം സശ്രദ്ധം കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. 4. നമസ്കാരം യഥാവിധി നിർവഹിക്കുക, സകാത്ത് കൊടുക്കുക. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതീഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. 5. ഇസ്തിഗ്ഫാർ നടത്തുക. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടിക്കൂടെ, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം. 6. ഇഹ്സാനോടെ വർത്തിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു. 7. സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സത്യവിശ്വാസികളെ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു, അതിനാൽ നിങ്ങളുടെ 2 സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. 8. പടപ്പുകളോട് കാരുണ്യം കാണിക്കുക. അത് സംബന്ധമായിട്ട് വന്നിട്ടുള്ള 2-3 പ്രവാചക വചനങ്ങൾ ഇപ്രകാരമാണ്: ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. നിശ്ചയം തൻ്റെ ദാസന്മാരിൽ കരുണയുള്ളവർക്ക് മാത്രമാണ് അള്ളാഹു കാരുണ്യം ചെയ്യുന്നത്. മൻ ലാ യർഹമു ലാ യുർഹം. കരുണ കാണിക്കാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ പ്രത്യേക കാരുണ്യം കടാക്ഷിക്കുന്നത്, പ്രത്യുത അവരുടെ കാലശേഷം അവരുടെ മക്കൾക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും സംഭവത്തിലെ പൊളിഞ്ഞു വീഴാറായ മതിൽ പണിത് നിവർത്തിയതിൻ്റെ കാരണമായിട്ട് പറയപ്പെട്ടത് അവരുടെ ആ കുട്ടികളുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. വിശ്വാസവും സുഹൃതവും കൊണ്ട് അർ-റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.